ആദികവിയായ വാത്മീകി മഹർഷി രാമായണത്തിൽ പമ്പയെക്കുറിച്ചും പരിസര പ്രദേശങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. മാതംഗ മഹർഷിയുടെ ശിഷ്യയായ ശബരിക്ക് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹമേകി. ശബരി തപസ്സു ചെയ്ത മലയാണ് ശബരിമല എന്ന പേരിൽ പ്രസിദ്ധമായത്. പന്ത്രണ്ട് വർഷം പന്തളം കൊട്ടാരത്തിൽ ജീവിച്ച മണികണ്ഠൻ തൻ്റെ അവതാര ലക്ഷ്യം രാജാവിനെ ധരിപ്പിച്ചു. അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ട് അയ്യപ്പന്റെ വൃത്താന്തവും ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചും രാജാവിനോട് നിർദ്ദേശിച്ചു. കലിയുഗ തപസ് കഴിഞ്ഞ് മണികണ്ഠൻ ജടാധാരിയായ അയ്യപ്പനായി എരുമേലിയിൽ തിരിച്ചെത്തി ലോക സംഗ്രഹാർത്ഥം സ്വയമേവ ഒരു തീർത്ഥാടനത്തിന് രൂപം നൽകി. അവതാര പുരുഷന്മാർ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുവാൻ അനുയോജ്യമായ സ്ഥലവും സാഹചര്യവും സ്വയം തിരഞ്ഞെടുക്കുന്നു. 18 പടികൾക്ക് മുകളിൽ സന്നിധാനത്ത് ശബരീശ്വരനായും മണിമണ്ഡപത്തിൽ ജീവസമാധിയായും ചൈതന്യമേകിക്കൊണ്ട് കലിയുഗ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു സങ്കടമോചകനായ സ്വാമി അയ്യപ്പൻ. കലിയുഗവരതൻ ഭക്തമോക്ഷപ്രദായകനായി കോടാനുകോടി ഭക്തരുടെ നെയ്യഭിഷേകം ഏറ്റുവാങ്ങി ശബരിഗിരി സന്നിധിയിൽ വിരാജിക്കുന്നു. ഓംകാരരൂപനായ ഭഗവാൻ ഗുരുഭാവത്തിൽ മണിമണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. അയ്യപ്പൻ സ്വയം ആചരിച്ച 41 ദിവസത്തിൽ കുറയാത്ത മണ്ഡലവ്രതം അനുഷ്ഠിച്ചുള്ള കലിയുഗത്തിൻ്റെ ഏകാശ്രയമായ അയ്യപ്പ ദർശന സായുജ്യം ആനന്ദപ്രദമാണ്. Presented by Chaikari Kazhakkottam near Infosys Thiruvananthapuram.